ഡാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ വീഡിയോയിലെ ഉള്ളടക്കം പൂർണ്ണമായും കാണാതെയാണ് ജാമ്യം നിഷേധിച്ചതെന്നാണല്ലോ രാഹുലിന്റെ വാദം. അതിൽ ഇന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ACJM കോടതിയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷം രാഹുലിന് ജാമ്യം കൊടുക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് എത്തിയത്. അവിടെ പ്രധാനമായി ബോധപൂർവം ഇനിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള നീക്കം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും അത് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നും ആ അപ്ലോഡ് ചെയ്ത വീഡിയോ ജഡ്ജി കോടതി മുറിക്കുള്ളിരുന്ന് പ്ലേ ചെയ്ത് കണ്ടുവെന്നുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല, കാരണം തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ വാദം ശരിവെക്കുന്ന തരത്തിൽ മുൻപും സമാനമായ തരത്തിലുള്ള ഇടപെടലുകൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ ഏറ്റവും സുപ്രധാനമായ വാദം കണക്കിലെടുത്തുകൊണ്ട് ശരിവെച്ചുകൊണ്ട് ACJM കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പക്ഷേ ACJM കോടതി വീഡിയോ മുഴുവനായി കാണാതെയാണ്, താൻ എന്താണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യം പൂർണ്ണമായി കാണാതെയാണ് പേര് പറയാതെ നടത്തിയ പ്രസ്താവനകളെ സംബന്ധിച്ച് കൃത്യമായ വിശകലനം നടത്താതെയാണ് ACJM കോടതി ജാമ്യം നിഷേധിച്ചതെന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുലിന്റെ അഭിഭാഷകൻ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. അതിൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയില്ല. അന്വേഷണ സംഘം അതേസമയം രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കുന്നതിനിടയിലാണ് ജാമ്യാപേക്ഷയുമായി രാഹുൽ ഈശ്വർ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതാണ് രാഹുൽ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയ. രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യവും നമ്മൾ ഉറ്റുനോക്കുകയാണ്.